ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു? മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്, സൺഡേത്തെയാണ്. ഫുൾ വീഡിയോ ആണ് കേട്ടോ, ഒരു ദിവസത്തിലുള്ള ഫുൾ വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സിറ്റ് ഔട്ടിൽ നായ്ക്കൾ കയറിയിരിക്കുകയായിരുന്നു കേട്ടോ. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട്? മതിൽ കിട്ടിയാലും മതിലിനെ ചാടി കടന്നിട്ട് കയറുക കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ കയറി ആകെ നാശാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം പാർന്ന് നന്നായി ഒന്ന് കഴുകുക വിചാരിച്ചു രാവിലെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സിറ്റ് ഔട്ടൊക്കെ തുടക്കൽ കഴിഞ്ഞു. വൈപ്പറൊക്കെ ഇട്ട് വലിച്ച് നേരെ തുടച്ചിട്ടു കേട്ടോ. പിന്നെ ചവിട്ടി കഴുകാൻ വേണ്ടിയിട്ട് നിന്നു. ചവിട്ടി ഗേറ്റിലിട്ടിട്ട് കഴുകുമ്പോൾ ഒന്നും കൂടി വൃത്തിയാവുമല്ലോ. ഓസ് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ചളിയൊക്കെ പോകും. അപ്പോൾ അങ്ങനെ അതും കൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെയുള്ള പണി പറഞ്ഞാൽ മുറ്റം ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് നന്നായിട്ട് പുല്ല് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി അടിക്കാനൊന്നും പറ്റണില്ല. കടയിലേക്ക് പോകണ തിരക്ക് കാരണം ഉള്ളത്തെ പണി ഒരുക്കിയിട്ട് അങ്ങനെ പോവാറായിരിക്കും. മുറ്റടിക്കാൻ ടൈം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മഴയായിരിക്കും. അങ്ങനെ പല കാരണങ്ങളാൽ മുറ്റം ഡെയിലി അടിക്കുകയാണെങ്കിൽ ഇത്ര തന്നെ പുല്ലൊന്നും വരില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ ഒന്നും കഴിയൂല. കഴിയണോടത്തോളം അതൊക്കെ ഒന്ന് പറിച്ചിട്ട് ഒന്ന് അടിച്ചു വാരി ഇടണം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ ഓസൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. ഓസ് മുറ്റത്ത് കൂടെ പരന്ന് കിടന്നിക്കുമ്പോൾ അടിക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങോട്ട് സെറ്റാക്കിയിട്ട് അടിക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്ന് ഒന്നാമത് മഴയില്ല കേട്ടോ. അതുതന്നെ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് എല്ലാം നേരെ പുറത്തത്തെ പണികളൊക്കെ നേരെ ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ നമുക്കൊരു ഉഷാറുണ്ടാവില്ല മഴയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇന്ന് ആ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് കേട്ടോ. അപ്പോൾ വേഗം മുറ്റടിക്കുന്നതിന് മുന്നേ കുറച്ച് അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വെയിലത്തിടാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പുറം പണികളൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി കേട്ടോ. അപ്പം ഇന്ന് കപ്സ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് എന്നല്ല, അപ്പോൾ രാവിലെ അല്ലാതെ പലഹാരമൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. മുറുക്കുണ്ട്, അപ്പോൾ അതും ചായയും കൂടെ കുടിക്കാൻ വിചാരിക്കുകയാണ്. കുറച്ച് നേരത്തെ കപ്സ കൂടെ വെച്ചാൽ പിന്നെ അതന്നെ കഴിച്ചാൽ മതിയല്ലോ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി വെള്ളത്തിൽ ഇടുകയാണ്. നന്നായി കഴുകിയതിന് ശേഷം കുതിർത്താൻ വെക്കണമല്ലോ. അപ്പോൾ അത് കുതിർത്താൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ. അങ്ങനെ അരി അവിടെ സെറ്റാക്കി വെച്ചു. അടുത്ത് തന്നെ ചിക്കനൊക്കെ മസാല വരട്ടി വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കനിലെ മസാലയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകവും, അതുപോലെ കുറച്ച് ഇതിൽ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഗരം മസാലയും പിന്നെ കപ്സ മസാലയും കുറച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പച്ചമല്ലി ഉണ്ടാവുമല്ലോ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൂടി കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അത് നന്നായി ഒന്ന് പുരട്ടിയിട്ട് കുറച്ച് നേരം അതും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കപ്സ വെക്കുമ്പോൾ പിന്നെ മെയിനായിട്ട് പച്ചക്കറിയൊന്നും വല്ലാതെ വേണ്ടല്ലോ. ബിരിയാണിക്കുള്ള അത്ര മസാലയൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളിക്ക് മിക്സിയിൽ ജാറിലിടുകയാണ്. ആദ്യം ഉള്ളി ഒന്ന് വെട്ടിയെടുക്കുക.
അവൻ അവൻ്റെ ഓരോ സ്കൂൾ വിശേഷങ്ങൾ പറയാണ് കേട്ടോ. അപ്പോൾ ഞാനതും കേട്ടിട്ട് അങ്ങനെ പണിയെടുത്ത് തുടങ്ങി. പിന്നെ തക്കാളി 3 എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതടിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു. അപ്പോൾ തന്നെ 2 ഗ്യാസും കത്തിച്ചിട്ട് ഓരോന്നിനും നിൽക്കാൻ വിചാരിച്ചു. ചെറിയ ചട്ടിയിൽ ചിക്കൻ പൊരിച്ചെടുക്കുക, വലുതിൽ മസാലയും കൂട്ടി വെള്ളം തിളച്ച് വരണല്ലോ. അപ്പോഴേക്കും എന്തായാലും ചിക്കനും പൊരിച്ചെടുക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഉള്ളിയിട്ട് വഴറ്റി പിന്നെ തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അതുകൂടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായി പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് അതുകൂടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം വറ്റിക്കുകയാണ് കേട്ടോ, ഞാൻ വറ്റിച്ചെടുക്കുക. അപ്പോൾ അതിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് അരി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ടിട്ട് അതിന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴത്തേനും ചിക്കൻ അവിടെ ആവും. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റിയെന്ന് കണ്ടപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണമൊന്നും വറ്റിയിട്ടില്ല, ചെറുതായിട്ട് ഇനി വറ്റാണ്ട്. എന്നാലും ആ ഒരു ടൈമിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അതാ കപ്സയൊക്കെ ആയപ്പോഴേക്കും ഏകദേശം പാത്രം കഴുകലും വീതിനെയൊക്കെ തുടച്ചിടലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം അടിച്ചോരി തുടക്കാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ പണികൾ കഴിഞ്ഞാലോ വിചാരിച്ചിട്ട് അതും കൂടി അങ്ങോട്ട് കഴിച്ചു കേട്ടോ. നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് രാവിലെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ കപ്സ ആവാൻ കുറച്ചൊക്കെ വഴുകി. അപ്പോൾ അത് കാരണം ആ ഒരു ഡീപ്പ് ക്ലീനിങ് മാറ്റി അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ട് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ നിന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടി വിചാരിച്ചു. ഇന്ന് അടുത്ത വീട്ടിൽ മോളുടെ ഒരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ അതിനുള്ള സ്വീറ്റ്സൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കിടക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് നന്നായി ഒന്ന് ഉറങ്ങി എണീറ്റു ഗൈസ്. ലീവെന്ന് പറഞ്ഞാൽ ഉറങ്ങലാണല്ലോ മെയിൻ. ക്ലേ ഉണ്ടാക്കിയോ? ഇത് ക്ലേ ആണോ? ഗേറ്റ് അടക്കാറുതാ ഇങ്ങോട്ട് കൊണ്ട് വജ്ജ എവിടുക്ക ഈ ക്ലേ കൊണ്ട് പോണ്? ഇവിടെ എവിടെയെങ്കിലും വെക്കേ. ഇതാ ഇവിടെ നോക്കട്ടെ, വെറുതെ കാണിച്ച് ഇവിടെ വെക്ക്. അതെന്താ ചില്ലി? അത് പൊട്ടും. അല്ല കയ്യിലാവും.
ഇത് നിങ്ങളുണ്ടാക്കിയതപ്പോൾ ഇങ്ങനെയാണ് ചിക്കൻ എൻ്റെ ചിലതാദ്യം ഉണ്ടായതാണ്. അപ്പം ചില്ലെടുത്തില്ല, ഇത്ര തോനെ കിട്ടിയിട്ട് ഇതൊക്കെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് എത്രങ്ങാനും കിട്ടേണ്ടതാണ്. അത് കുറച്ച് നിങ്ങൾ തോനെ എടുക്കണേ. തോനെ എടുക്കാറ് ഞങ്ങളിൽ ഫുള്ള് കല്ലാണേ. അതന്നെ അരിച്ചരിച്ചെടുക്കണം. നല്ല രസമുണ്ട് കേട്ടോ. ഓട്ടെ ഉണങ്ങിക്കണു അല്ലേ? ഇനി ഉണങ്ങണോ? ഇനി ഉണങ്ങണ്ടല്ലോ. ഇത് തൊട്ടൊക്ക ഐഷാന്റെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഇത് തൊട്ടൊക്ക അത് ശരിക്കായിട്ടില്ലേ? ശരിക്കായിട്ടില്ല. ഞാനന്ന് ഉറങ്ങാൻ കിടന്ന ടൈമിൽ അവർ തറവാട്ടിൽ പോയിരിക്കായിരുന്നു കേട്ടോ, ക്ലേ ഉണ്ടാക്കണം പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ ഏട്ടൻ്റെ കുട്ടിയും കൂടിയിട്ട്, അവൾ +2ലാണ് കേട്ടോ, ഇവരുടെ എല്ലാ കളിക്കും നിൽക്കും. +2 കഴിഞ്ഞു. എന്നിട്ട് അപ്പോൾ അവളൊപ്പം ക്ലേ ഉണ്ടാക്കാൻ പോയിരിക്കുന്നു. നല്ല നേരമായിട്ടുണ്ട് കേട്ടോ സംഭവം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോഴാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ, കുറച്ച് തുണികളുണ്ട്, കുറേയൊക്കെ ഒന്ന് ഉണക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.